ഹലോ മക്കളെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് സ്പോർട്സ് കോട്ടയുടെ അഡ്മിഷൻ അല്ലേ. അപ്പോൾ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്പോർട്സ് കോട്ടയുടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്ത അപ്പോൾ തന്നെ നിങ്ങളെ വീഡിയോ ഇട്ടൊക്കെ അറിയിക്കും എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സ്പോർട്സ് കോട്ടയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും അതുപോലെ തന്നെ ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും ആണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് എൻ്റെ കുട്ടികളെല്ലാവരും നിങ്ങളിപ്പം സയൻസ് ആണോ കൊമേഴ്സ് ആണോ എടുക്കേണ്ടതെന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാവല്ലോ. അപ്പോൾ നിങ്ങൾ സയൻസ് ഒക്കെ എടുക്കാനാണ് ആഗ്രഹിക്കുന്നത്, അതിൻ്റെ കൂടെ നീറ്റ് JEE പോലത്തെ എക്സാമിനൊക്കെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ എക്സാം വിന്നറിൻ്റെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യാം. കാരണം ഇത് നമ്മുടെ കഴിഞ്ഞ വർഷം നമ്മുടെ എക്സാം വിന്നറിൻ്റെ അഗ്നി ബാച്ചിൽ നിന്ന് 25 സ്റ്റേറ്റ് ടോപ്പേഴ്സാണ് ഉണ്ടായിട്ടുള്ളത്. അത്രയും റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബാച്ചിൽ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒട്ടും ലേറ്റ് ആക്കാതിരിക്കുക. വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതാ 2 ബാച്ചുകളുണ്ട്, ബേസിക് ബാച്ചും ഉണ്ട്, പ്ലസ് ബാച്ചും ഉണ്ട്. പ്ലസ് ബാച്ചിലാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ബുക്ക് സെറ്റും ക്വസ്റ്റ്യൻ ബാങ്കും നമ്മുടെ റിവിഷൻ ബാച്ചും ഒക്കെ ഫ്രീ ആയി കിട്ടും. നമ്മുടെ 2 ബാച്ചിലും കോമൺ ആയിട്ട് നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ ഉണ്ടാകും, അതുപോലെ തന്നെ ചാപ്റ്റർ വൈസ് വർക്ക്ഷീറ്റ് ഉണ്ടാകും, ചാപ്റ്റർ വൈസ് എക്സാം ഉണ്ടാകും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ വീഡിയോ സൊല്യൂഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇതേപോലെ തന്നെ നീറ്റിനും JEEക്കും ഒക്കെ നമുക്ക് ബാച്ച് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള മക്കളാണെങ്കിൽ ലേറ്റ് ആകാതെ വേഗം തന്നെ ജോയിൻ ചെയ്യുക. ജൂൺ 9 നമ്മുടെ ഫസ്റ്റ് ബാച്ചിൻ്റെ ലോഞ്ചാണ്. അപ്പോൾ ഇന്ന് വൈകിട്ട് 7 മണിക്ക് നമ്മുടെ ബാച്ച് ലോഞ്ച് മിസ് ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മുടെ ബാച്ചിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഈ ഒരു ഡേറ്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 കാര്യങ്ങൾ സെപ്പറേറ്റ് ചെയ്യാനുണ്ട്. ഇത് നിങ്ങൾ ഓൾറെഡി മെറിറ്റ് കോട്ടയിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇത് ചെയ്യാതിരിക്കണം എന്നല്ല, അത് രണ്ടും രണ്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ സ്പോർട്സ് മികവ് രജിസ്ട്രേഷനും അതിൻ്റെ വെരിഫിക്കേഷനുമാണ് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ ഏതൊക്കെ ഇനങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തിനൊക്കെ നേട്ടങ്ങളാണ് കിട്ടിയിട്ടുള്ളത്, ഇതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാനുണ്ട്. അതിനുശേഷം നമുക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടും. ആ പ്രിൻ്റ് ഔട്ട് നമ്മൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള അതോറിറ്റീസ് വെരിഫൈ ചെയ്യണം. അത് വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു സ്കോർ കാർഡ് കിട്ടും. ഓക്കെ, അപ്പം ഈ ഒരു ഡേറ്റിനുള്ളിലാണ് നമ്മൾ ഈ ഒരു മികവ് രജിസ്ട്രേഷനും അതിൻ്റെ വെരിഫിക്കേഷനും നടക്കുക, ജൂൺ 9 മുതൽ ജൂൺ 17 വരെ. അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് നിങ്ങൾക്കൊരു സ്കോർ കാർഡ് കിട്ടും. ആ സ്കോർ കാർഡ് വെച്ചിട്ടായിരിക്കണം നിങ്ങൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 10-നും അത് അവസാനിക്കുന്നത് ജൂൺ 18-നുമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ലേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഓൺലൈൻ രജിസ്ട്രേഷനും അതിൻ്റെ ആപ്ലിക്കേഷനും ഒക്കെ ലേറ്റ് ആവും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഒരു കാരണവശാലും ലേറ്റ് ആകാതിരിക്കാം. പിന്നെ നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത് ജൂൺ 22-നാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മികവ് രജിസ്ട്രേഷനും വെരിഫിക്കേഷനും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിമ്പിൾ സ്റ്റെപ്പാണ്. ആദ്യം നിങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് hscap.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോവുക. അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം കാണാൻ പറ്റും, സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ. അപ്പോൾ ആ സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷനാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ആ സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും എത്തുന്നത്. മിസ് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഫിൻ രജിസ്ട്രേഷൻ ഫോം. അപ്പോൾ അതാ രജിസ്റ്റർ ഓൺലൈൻ എന്ന് പറഞ്ഞൊരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഫില്ല് ചെയ്യുക. നമ്മുടെ പേര്, നമ്മുടെ ജെൻഡർ, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതേപോലെ തന്നെ നമ്മുടെ അച്ചീവ്മെൻറ്റ് ലിസ്റ്റ്, നിങ്ങൾ ഏതൊക്കെ ഇനങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, ആ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മളവിടെ ഫില്ല് ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിൽ നിന്ന് അത് ഫൈനൽ സബ്മിഷൻ കൊടുത്താൽ ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടും. ആ പ്രിൻ്റ് ഔട്ടും കൊണ്ട് പിന്നെ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും നിങ്ങൾ എവിടെ ഹാജരാക്കണം, നമ്മുടെ ജില്ലാ സ്പോർട്സ് കൗൺസിലിൽ അതിൻ്റെ ഓഫീസിൽ. അപ്പോൾ ഓരോ ജില്ലയ്ക്കും എന്തുണ്ടാകും, ഓരോ സ്പോർട്സ് കൗൺസിൽ ഓഫീസ് ഉണ്ടാകും, അവിടെ നിങ്ങൾ പോയിട്ട് ഹാജരാക്കണം. ഒന്നാമത്തത് നമ്മുടെ മികവുകൾ തെളിയിക്കുന്നതിൻ്റെ ആ ഒരു സ്ലിപ്പ്, നമ്മൾക്ക് ഇവിടെ ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ലിപ്പ് കിട്ടുമല്ലോ, ആ സ്ലിപ്പിൻ്റെ പ്രിൻ്റ് ഔട്ടും പ്ലസ് നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും നിങ്ങളുടെ ജില്ലാ സ്പോർട്സ് കൗൺസിലിൽ നമ്മൾ ഹാജരാക്കണം. അത് ഹാജരാക്കി കഴിഞ്ഞാൽ അവരത് വെരിഫൈ ചെയ്ത് നമുക്കൊരു സ്കോർ കാർഡ് തരും. ആ സ്കോർ കാർഡ് കിട്ടിക്കഴിഞ്ഞാലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പിന്നെ നമ്മുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അത് ജൂൺ 10 മുതൽ ആരംഭിക്കും, നിങ്ങൾക്ക് ജൂൺ 18 വരെ സമയമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്, നമ്മുടെ സെയിം വെബ്സൈറ്റിൽ hscap.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ്റെ താഴെയായിട്ട് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് കാണാം. നമ്മൾ ഓൺലൈൻ ഫസ്റ്റത്തെ നമ്മുടെ മെറിറ്റ് കോട്ടയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തില്ലേ, നമ്മുടെ ഡിസ്ട്രിക്റ്റ്, പേര്, പാസ്വേഡൊക്കെ കൊടുത്തിട്ട് ഒരു OTP ഒക്കെ വന്നു. അങ്ങനെ നമ്മളൊരു ആപ്ലിക്കേഷൻ്റെ ഒരു യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്തു. അത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുശേഷം നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്തിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കാം.
ഇതാണ് നമ്മൾക്ക് ആകെ ചെയ്യാനുള്ളത്. അപ്പോൾ അതേ മിസ് നിങ്ങൾക്ക് ആ വെബ്സൈറ്റ് എടുത്ത് തന്നെ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമ്മളിതാ നമ്മുടെ hscap.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് വരുന്നു. ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മുടെ ആ ഒരു മികവ് വെരിഫിക്കേഷനും അതുപോലെ അതിൻ്റെ രജിസ്ട്രേഷനും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ എടുക്കാം. സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷനിൽ രജിസ്റ്റർ ഓൺലൈൻ കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ഫില്ല് ചെയ്യാൻ കിട്ടും. ഇത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ഇപ്പം ഹൗ ടു രജിസ്റ്ററിൽ മിസ് കാണിച്ചു തരാം. ഈ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ കാണാൻ പറ്റും. നിങ്ങളുടെ കായിക നേട്ടം എന്തൊക്കെ അച്ചീവ്മെൻ്റ് ആണ്, നിങ്ങൾ എന്ത് ടൈപ്പ് എന്ത് വിഭാഗത്തിലാണ് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്, ഏത് ഇനത്തിലാണ് നിങ്ങൾക്ക് കിട്ടിയത്, പിന്നെ ഏത് മാസമാണ് ഏത് വർഷമാണ് എന്താണ് നിങ്ങളുടെ സ്ഥാനം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ അച്ചീവ്മെൻറ്റ് ലിസ്റ്റ് നമ്മുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തതിന് ശേഷം ഫൈനൽ സബ്മിഷൻ കൊടുക്കാം. അങ്ങനെ ഫൈനൽ സബ്മിഷൻ കൊടുത്താലാണ് നമുക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ട് മിസ് കാണിച്ചു തരാം. ഓക്കെ, ആ ഒരു പ്രിൻ്റ് ഔട്ട് നമ്മൾ ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ ഫോം സബ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടും. ഈ പ്രിൻ്റ് ഔട്ടും പിന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളും കൊണ്ടാണ് നിങ്ങൾ ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ പോയിട്ട് ഹാജരാക്കേണ്ടത്. അതെനിക്ക് തോന്നുന്നു ചിലപ്പം അത് മെയിൽ ത്രൂ തന്നെ അയക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അത് നിങ്ങളുടെ ഓരോ ഡിസ്ട്രിക്റ്റിലും എങ്ങനെയാണെന്നുള്ളത് അന്വേഷിക്കാം. അത് ചില ഡിസ്ട്രിക്റ്റിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം, ഓൺലൈനായിട്ട് ഈ സാധനങ്ങൾ അയക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ മെയിൽ ത്രൂ ഒക്കെ അയക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല നേരിട്ട് പോയി സബ്മിറ്റ് ചെയ്യണം. അത് നല്ലപോലെ ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങളുടെ എന്താ പറയുക അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ അവിടെ പോയി സമർപ്പിക്കേണ്ടതാണെങ്കിൽ അത് അങ്ങനെ ചെയ്യാം. അത് നിങ്ങൾ അക്ഷയ സെൻറ്ററിലോ നിങ്ങളുടെ സ്കൂളുകളിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ അതെല്ലാം നമ്മുടെ ഓഫീസിൽ ഹാജരാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു സ്കോർ കാർഡ് കിട്ടും. ആ സ്കോർ കാർഡ് വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ കാണാം. ഈ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിനിൽ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഡിസ്ട്രിക്റ്റ് മിസ് കൊടുക്കുകയാണെങ്കിൽ കോഴിക്കോട് കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, അങ്ങനെ കോഴിക്കോട് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു യൂസർ നെയിം കിട്ടും, ഒരു പാസ്വേഡ് കിട്ടും, പിന്നെ ഒരു OTP വെരിഫിക്കേഷനും ഉണ്ടാവും. നമ്മൾ സാധാരണ കാൻഡിഡേറ്റ് ലോഗിൻ നമ്മൾ SWS ചെയ്തില്ലേ, സിംഗിൾ വിൻഡോ സിസ്റ്റം, സെയിം പോലെ തന്നെ നിങ്ങൾക്ക് ഒരു യൂസർ നെയിമും പാസ്വേഡും കിട്ടും. അത് നോട്ട് ചെയ്ത് വെക്കാം. മൊബൈൽ നമ്പറിൽ ഒരു OTPയും വരും. അതും വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്തു? കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. അങ്ങനെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സിലേക്ക് വരാം. അപ്പോൾ അവിടെ നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് ഡിസ്ട്രിക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം, പിന്നെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഡേറ്റുകളാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 10 ജൂൺ 18 വരെയാണ്. അപ്പം നമ്മുടെ മറ്റേ വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ജില്ലാ കൗൺസിൽ സ്പോർട്സിൻ്റെ ഓഫീസിൽ കൊടുക്കേണ്ടത് എപ്പോഴാണ്? ആ ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 17 വരെയുള്ളൂ. ഓക്കെ, 9 മുതൽ 17 വരെ. അപ്പോൾ ഇത് നിങ്ങൾ ലേറ്റ് ആക്കരുത്. ഇത് ലേറ്റ് ആക്കി കഴിഞ്ഞാൽ സ്കോർ കാർഡ് കിട്ടാൻ ലേറ്റ് ആവും. സ്കോർ കാർഡ് കിട്ടാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ലേറ്റ് ആവും. സോ ഇത് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യണം. അതിനുശേഷം ആ സ്ലിപ്പും സർട്ടിഫിക്കറ്റ്സും സ്പോർട്സ് കൗൺസിലിൽ ഹാജരാക്കാം. സ്കോർ കാർഡ് കിട്ടിയാൽ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യാം, ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യാം. ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതിനോട് ബന്ധപ്പെട്ടുള്ള മക്കളെല്ലാവരും വേഗം തന്നെ സ്പോർട്സ് കോട്ടയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതിൽ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ എക്സാം വിന്നറിൻ്റെ അഗ്നി ബാച്ചിൻ്റെ ലോഞ്ച് ഇന്ന് വൈകിട്ട് 7 മണിക്കാണ്. അത് മിസ് ചെയ്യാതിരിക്കും.